നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം, ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം ഭാരം, തനിയെ വന്നതല്ല നീ ഇത്ര ദൂരം ദൂരം, ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം. വേടന്റെ വരികളാണ്, വേടന്റെ പാട്ടാണ്, അടിപൊളിയല്ലേ, എന്ത് രസമല്ലേ കേൾക്കാൻ. നമ്മുടെ അകത്ത്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് എന്താ ഒരു തീ ചൂളയിൽ പിറന്ന ഒരു ശക്തി കിട്ടുന്ന, ഒരു കവചമൊരുക്കുന്ന, ഒരു പുനർജീവനത്തിന്റെ ശക്തി തരുന്ന ഒരു പാട്ടുകളാണ് വേടൻ പാടുന്നത്. അപ്പൊ വേടന്റെ പാട്ട് കേൾക്കാനും ആ വരികളിലുള്ള തീയുടെ ഒരു പ്രകമ്പനം ഉണ്ടല്ലോ, അതൊക്കെ അറിയാനും യുവതലമുറയ്ക്ക് എല്ലാവർക്കും പെരുത്ത് ഇഷ്ടമാണ്. അപ്പൊ വേടൻ പാടുന്ന പാട്ടുകൾ ഒട്ടുമിക്കവരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കും. അതായത് കറുപ്പ് എന്ന നിറത്തിന്റെ പേരിൽ അവഹേളനം അനുഭവിച്ചവര്, പുച്ഛം കൊണ്ട് തലതാഴ്ത്തിപ്പോയവര്, അതുപോലെ തന്നെ വലിയ ജനവിഭാഗം, അതായത് സമ്പന്നതയുടെ മേൽക്കോയ്മ ചെറിയ ആൾക്കാരോട് കാണിക്കുമ്പോൾ ചെറിയ മനസ്സ് വളരെയേറെ വേദനിച്ചിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലൊക്കെ പോകുന്ന മനുഷ്യർക്കൊക്കെ അത് വളരെയേറെ അവരുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് വേടൻ പാടുന്നത്. എനിക്ക് ഒട്ടുമിക്ക പാട്ടുകളും, വേടന്റെ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. വേടന്റെ പാട്ടുകൾ എൻ്റെ ജീവിതത്തിനോട് കൂടുതൽ അടുത്ത് നിൽക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ അടുത്ത ദിവസങ്ങളായിട്ട് വേടനെ പറ്റിയുള്ള കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പൊ വേടന് ജാമ്യം കിട്ടിയപ്പോ വേടൻ പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ അങ്ങോട്ട് എന്താ പറയണം, കൂടുതൽ അങ്ങോട്ട് സന്തോഷിപ്പിച്ചു. അടിപൊളിയായിട്ട് വേടന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം വേടൻ തന്നെ പറയാണ്, വേടന്റെ പാട്ട് കേൾക്കുന്ന യുവതലമുറേനെ ഒക്കെ വേടൻ അനിയന്മാരായിട്ടും അനിയത്തിമാരായിട്ടാണ് കണ്ടിട്ടുള്ളത്. 1994 വേടൻ ജനിച്ചിട്ടുള്ളത്. ഹിരൺദാസ് മുരളി എന്നാണ് വേടന്റെ ഫുൾ നെയിം. അപ്പൊ വേടൻ ഇങ്ങനെ പറയാണ്, അനിയന്മാരോടും അനിയത്തിമാരോടും ഒക്കെ ആയിട്ട് പുതു തലമുറയോട് കൂടി പറയാണ്, മദ്യപാനം ലഹരിയൊക്കെ മോശം തന്നെയാണ്, ഞാനത് പൂർണ്ണമായിട്ട് മാറ്റാൻ ശ്രമിക്കും. അപ്പൊ ചേട്ടനോട് ക്ഷമിക്കൂ എന്ന് പറയാണ്. അത് വലിയ കാര്യം തന്നെയാണ്. ആ ശ്രമിക്കും എന്നുള്ളത് മാറ്റും എന്നാക്കി മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രമിച്ചാൽ പോരാ, പൂർണ്ണമായിട്ടും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലഹരി ഏത് തരത്തിലുള്ള ലഹരി ആയാലും ആ ലഹരിനോടുള്ള ഇഷ്ടം വേടൻ ഉപേക്ഷിച്ച് കളയണം. കാരണം വേടൻ അത്രയേറെ കഴിവുള്ളൊരു പാട്ടുകാരനാണ്. മറ്റുള്ളവർക്ക് പെട്ടെന്ന് സാധിക്കാത്ത കഴിവുകളൊക്കെ വേടനുണ്ട്. വേടന്റെ വാക്കുകൾക്ക് ഇടിമിന്നലിന്റെ മൂർച്ചയാണുള്ളത്. അപ്പൊ വേടൻ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ലഹരിയിൽ കൂടിക്കഴിഞ്ഞ് പോകരുത്. വേടന്റെ പാട്ടുകൾ ഒട്ടുമിക്കവരുടെയും തലച്ചോറിനകത്തേക്ക് ആഴ്ന്നിറങ്ങുന്നവയാണ്. അപ്പൊ വേടനെ അനുകരിക്കാനും വേടന്റെ സ്റ്റൈലിനനുസരിച്ച് നടക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ വേടൻ ഇത്തരത്തിലുള്ള ലഹരി കുറച്ചാണെങ്കിലും ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ വേടനെ ഇഷ്ടപ്പെടുന്നവരും ആ രീതിയിൽ വേടനെ അനുകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു കാരണവശാലും വേടൻ ലഹരിയുടെ പാതയിലേക്ക് പോകരുത്. അത് ഏത് തരത്തിലുള്ള ലഹരിയാണ്. ഇപ്പൊ കഞ്ചാവാണ് വേടൻ ഉപയോഗിച്ചത്, വേടന്റെ കയ്യിൽ കുറച്ചുണ്ടായുള്ളൂ, അങ്ങനെ ആ കേസിനെ ചെറുതാക്കി കാണേണ്ട കാര്യമില്ല. വേടനെ ഇപ്പൊ ഈ സാഹചര്യത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തതും ചോദ്യം ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കാരണം വേടനെ ഒരു തിരുത്തി മുന്നോട്ട് വരാനായിട്ട്, വേടന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ഒരു വിഷവസ്തുക്കളും വേടന്റെ ജീവിതത്തിൽ വരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും ഊർജിതമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോയത്. അപ്പൊ തീർച്ചയായിട്ടും വേടൻ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഏറെ ആവേശം തരുന്ന, ശക്തി തരുന്ന, കരുത്ത് തരുന്ന ആ പാട്ടുകൾക്കൊരു ഊർജ്ജമുണ്ട്. അപ്പൊ വേടന്റെ പ്രോഗ്രാം ഓരോ സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ഒട്ടുമിക്കവരും കുതിച്ചു പാഞ്ഞ് അങ്ങോട്ട് പോകും. അവിടെ ചെന്നൊരു ഏതെങ്കിലും ഒരു കസാരയിൽ ഇരുന്നൊന്ന് ഒതുങ്ങിയിരുന്ന് ആ പാട്ട് കേട്ട് ആസ്വദിക്കാൻ പോണവരല്ല. അവരെല്ലാവരും അവിടെ ചെന്ന് ഇങ്ങനെ തുള്ളി മറിച്ച് മദനോത്സവത്തോടു കൂടിയുള്ള ഒരു എന്താ പറയുക, ഒരു ആട്ടം തന്നെ നടത്താൻ വേണ്ടിയിട്ടാണ് പോണത്. കാരണം വേടന്റെ പാട്ടുകൾക്ക് അത്രയേറെ ശക്തിയാണല്ലോ. ആ ശക്തി നമ്മളിലേക്ക് ഇങ്ങനെ ആവാഹിച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള ഏത് സങ്കടവും എന്ത് പൊല്ലാപ്പും മാറാപ്പൊക്കെ അവിടെ അങ്ങോട്ട് ഒരു മഴ പെയ്ത് തോർന്ന പോലെ അങ്ങോട്ട് പെയ്തൊഴിഞ്ഞു പോവുകയാണ്. അപ്പൊ അത്ര എനർജി തരുന്ന പാട്ട് തരുന്ന വേടൻ ഒരു കാരണവശാലും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു പിന്നാലെയും പോകരുത്. നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ എന്താ പറയണമെന്ന് പറയാൻ വാക്കുകളിൽ. അത്രയേറെ സല്യൂട്ട് തരാം വേടന്. അത്രയേറെ സൂപ്പർ മനുഷ്യനാണ്. അപ്പൊ ഇനിയും നമുക്ക് എന്താ പ്രവചിക്കാനാവാത്ത അത്ര അതിനേറെ പാട്ടുകൾ നമുക്ക് തരണം. അത്രയേറെ കാത്തിരിക്കുകയാണ് വേടന്റെ പാട്ടുകൾക്ക് വേണ്ടി. എനിക്ക് വേടന്റെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞ ആ പാട്ട് ആദ്യമായിട്ട് ഇറങ്ങിയ അന്ന് തന്നെ ഞാൻ ആ പാട്ടുണ്ടല്ലോ സേവ് ചെയ്ത് വെച്ചു, എപ്പോഴും കേൾക്കാൻ തുടങ്ങി. കാരണം
അത്രയേറെ മനസ്സിൽ ആകർഷിച്ച്. കാരണം എൻ്റെ ജീവിതത്തിനോട് കുറേയേറെയൊക്കെ അടുത്ത് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ നിറത്തിൻ്റെ പേരിൽ ഒരുപാട് മനുഷ്യർ ദുഃഖം അനുഭവിച്ചു പോയിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ വാക്കുകളിലുള്ള ഒരു പുച്ഛഭാവം, കളിയാക്കലുകളൊക്കെ കൊണ്ടാണ് അത്തരത്തിലൊക്കെ ഈ കറുത്ത നിറമുള്ളവരൊക്കെ ഒന്ന് തല കുമ്പിട്ട് പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു കുമ്പിട്ട് പോകേണ്ട കാര്യമില്ല എന്നും കൂടി എഴുതി ചേർക്കുന്ന ഒരു പടവാളാണ് വേടന്റെ പാട്ടുകൾ. അപ്പൊ അത് അടിപൊളിയാണ്. ആ പാട്ട് നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിലങ്ങളായിരം വേദിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുളം മുടിച്ചത് എത്ര പേർ, മുതുകൂന്നി തലകൾ താണുമിനിയും എത്ര നാള്. അടിപൊളി വരികളാണ്. വരികൾക്കാണ് മാർക്ക് കൊടുക്കേണ്ടത്. അതേപോലത്തെ വരികളാണ് വേടന്റെ. ഇപ്പൊ ഒരുപാട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് റാപ്പർമാർ ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങനെ ഉടലെടുക്കുന്നുണ്ട്. പക്ഷെ വേടന്റെ വരികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കലയുണ്ട്. കൃത്യമായ രീതിയിൽ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത തരത്തിൽ കിടക്കുന്ന സാഹിത്യത്തിന്റെ വലിയൊരു പങ്ക് തന്നെയുണ്ട്. വേടന്റെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. എത്ര പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ പാട്ടുകളുടെ വരികൾ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ അത്ര അടുപ്പമാണ് നമ്മൾക്ക് ആ വരികളോട്. ആകാശത്തൊരു താരകമില്ലാതായി പോയാൽ ആരറിയാൻ, 100 കിളികൾ നിൻ കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന ആർ പറയാൻ, 100 പൂക്കളിൻ തോട്ടത്തിൽ ഒരു കളയിൻ കഥയത് ആർ പറയാൻ, ജീവിതം എന്നോരോട്ടത്തിൽ വീണു പോയവരെ ആര് നിനയ്ക്കാൻ. അടിപൊളിയല്ലേ? ഇരുളിൽ തന്നെ മരിപ്പ്, ഇരുളിൽ തന്നെ ജനിപ്പ്. അടിപൊളി സംഭവമാണ്. എൻ്റെ പൊന്നടവേ, സൂപ്പർ പാട്ടുകാരനാണ്. അപ്പൊ ഞാൻ എടുത്തെടുത്ത് പറയണത്, വേടാ ലഹരിയെ വിട പറയും, ലഹരിയോട് വിട പറയും. ലഹരി ഒന്നും വേണ്ട, സൂപ്പർ പാട്ടുകൾ ഞങ്ങൾക്ക് ഇനിയും തരാം. ഞങ്ങൾ അടിപൊളിയായിട്ട് കേട്ട് സന്തോഷിക്കട്ടെ. പാട്ടുകൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഐറ്റമാണ്. വേടന്റെ പാട്ടുകൾക്ക് ഇരുമ്പിന്റെ കരുത്താണുള്ളത്, ഇരുമ്പിന്റെ കരുത്ത്. അപ്പൊ ആ കറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കാം. മുന്നോട്ട് വെളിച്ചത്തിലേക്ക് നടന്നു പായുന്ന പാട്ടുകൾ ഞങ്ങൾക്കായി തരിക. പിന്നെ ഇപ്പൊ ഈ അടുത്ത് കേട്ടിരുന്നു, വേടന് MG ശ്രീകുമാർ എന്ന് പറഞ്ഞ ഗായകൻ അറിയില്ല എന്ന തരത്തിലുള്ള കുറച്ച് വാർത്തകളും ന്യൂസിൽ നമ്മൾ കേട്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ വേണ്ട, വേടനെ അറിയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരാളെ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അത് വലിയ സംഭവമാക്കി എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിയണ്ട. പക്ഷെ വേടനെ അദ്ദേഹം അറിയുന്നതിനൊക്കെ ഇരട്ടി ആളുകൾ കേരള സമൂഹം തന്നെ അറിയുന്നുണ്ട്. സൂപ്പർ പാട്ടുകാരനാണ്. ഇന്ത്യയുടെ കരുത്തുറ്റ പൗരനാണ് വേടൻ. വേടന്റെ പാട്ടുകൾ ഇനിയും ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് വരട്ടെ. നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം, ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം, തനിയെ വന്നതല്ല നീ ഇത്ര ദൂരം, ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം.